നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു നരകത്തിൽ എന്റെ മോള് വെന്ത് കിടക്കുന്ന കണ്ടിട്ട് എന്റെ മോളിപ്പോഴും രാജകൊട്ടാരത്തിലാണെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കണോ? നിനക്ക് സുഖമാണെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണോ? എന്നെ കൊണ്ടതിന് പറ്റില്ല. ഇനി ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. നമുക്കൊന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു നോക്കിയാലോ? അറിയാതെ എടുത്തു കഴിച്ചാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. അമ്മ ഇതിങ്ങനെ സിമ്പിളായിട്ടൊന്നും കാണരുത്. ഞാൻ സിമ്പിളായിട്ടൊന്നും കാണുന്നില്ല. ഏകദേശം എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലാണ്. മുൻപ് അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ നീ അത് തടഞ്ഞു. അതിന്റെ കാരണം അന്നെനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ കൃത്യമായി. എന്റെ മകനുള്ള സ്ഥലത്ത് നല്ലവരായ ഒരാളെയും കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. അച്ഛൻ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു മോളെ. പറഞ്ഞു നിൽക്കാൻ എനിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ നിന്നോടും ചോദിക്കും. എന്താ പറയാൻ പോകുന്നത്? വിവാഹം കഴിയുന്നതിന് മുൻപ് ഞാനൊരു വാക്ക് പോലും അച്ഛനോട് കള്ളം പറഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് സത്യവും പറഞ്ഞിട്ടില്ല. നിനക്ക് സുഖാണോ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ കള്ളം പറഞ്ഞു തുടങ്ങുന്നതാ. പിന്നെ ജീവന് നല്ല സ്നേഹമാണ്. എന്നെ പൊന്നുപോലെ നോക്കാറുണ്ട്. ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ നുണകളുടെ ഒരു കൊട്ടാരം തന്നെ കെട്ടിപ്പൊക്കും. ഇപ്പൊ ചോദിച്ചാലും എന്തെങ്കിലും ഒരു നുണയും നാവില് വരൂ. പക്ഷേ അച്ഛന്റെ ചോദ്യങ്ങൾ എത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അമ്മ ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഇനിയിപ്പോ ജീവനെ കുറിച്ചായാലും വേറെ എന്തിനായാലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ കാണിച്ചു പോരുത്, കേട്ടല്ലോ? എനിക്കിവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരാശ്വാസത്തിന്. അതുകൊണ്ടാ. ഒരു വാക്കും പാലിക്കാൻ എനിക്കാവുന്നില്ലല്ലോ മോളെ. ഒരു മനസ്സുഖവും തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കുട്ടി. പക്ഷെ വേണ്ട, നമ്മൾ തമ്മില് സങ്കടങ്ങളൊന്നും പറഞ്ഞാൽ കൊള്ളില്ല. അവസാനം നമ്മൾ രണ്ടാളും കരയും. വിട്ടേക്കമ്മേ. ഇനിയിപ്പൊ കാര്യങ്ങളൊന്നും വിചാരിച്ചിടത്ത് നിൽക്കില്ല. അപ്പൊ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്നല്ലേ പറയാൻ പറ്റൂ. ഒരുപാട് സ്നേഹിക്കുമ്പോ ഒരു കുഴപ്പമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു കള്ളം പറഞ്ഞാ അത് മനസ്സിലാവില്ല. നമ്മളുടെ രണ്ടാളുടെയും കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാ. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നിന്നോട് ഞാൻ എന്നും ചോദിക്കാറുണ്ട്. ജീവന്റെ പെരുമാറ്റത്തെക്കുറിച്ച് തിരക്കാറുണ്ട്. നുണയാ നീ പറഞ്ഞോക്കെ അല്ലേ? നീ വലിയ തെറ്റുകാരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഉള്ളതൊക്കെ മറച്ചു വെക്കാൻ ഒരു കാരണമുണ്ടല്ലോ. എന്റെ നശിച്ച അസുഖം.
ജീവൻ ഇന്ന് നിന്നോട് പെരുമാറിയ രീതി അതാദ്യമായിട്ട് സംഭവിച്ചതല്ല. എന്റെ കണക്കൂട്ടല് ആദ്യം മുതൽ ജീവൻ ഇങ്ങനെ തന്നെയാ, അല്ലേ? ഇവിടെ എല്ലാ കാര്യങ്ങളും ഭദ്രമാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നീ? ചെറിയച്ഛനെ തള്ളിപ്പറഞ്ഞു, ശ്രുതിയെ സുധി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇല്ല മോളെ? അച്ഛാ, നമ്മുടെ വീടിന്റെ അറിയത്തിരുന്ന് ചിന്തിക്കുമ്പോ ഈ വീടും ഇവിടുത്തെ സൗകര്യങ്ങളും കൊട്ടാരത്തിന് സമാ. അതിന്റെ നടുവിലാ നീ കഴിയുന്നതും. പക്ഷേ ഈ അസൗകര്യങ്ങൾ നിനക്കൊരു ബാധ്യതയാണെങ്കിൽ നിന്നെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ താമസിക്കുന്നത് ഒരു നാട്ടിൻപുറത്താ. കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടി വീട്ടിൽ വന്നു നിന്ന ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ കൂടുമ്പോ നമ്മൾ പറയാതെ തന്നെ നാട്ടുകാർ സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് നാണക്കെട്ടുള്ള കാര്യ. പക്ഷേ എന്റെ പ്രശ്നം നിന്റെ ആയുസാ മോളെ. ഈ നിലയ്ക്ക് മുമ്പോട്ട് പോയെങ്കില് നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് അച്ഛന് പേടിയുണ്ട്. അച്ഛാ, ഇവിടുത്തെ അച്ഛനും അമ്മയും വേണ്ട, അവര് നിന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്, അവര് നല്ലവരാണ്. ഇതൊക്കെ 1000 വട്ടം ഞാൻ കേട്ടതാ. അതെനിക്ക് പരിപൂർണ വിശ്വാസമാണ്. പക്ഷേ ജീവനാണ് നിന്റെ കൂടെ ജീവിക്കേണ്ടത്. ഞാൻ സുജാതയോടും രഘുവിനോടും സംസാരിക്കാം. മനുഷ്യരല്ലേ, ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. അത് തിരിച്ചറിയുന്ന അവസരത്തില് അത് തിരുത്തുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുക. ഈ കുടുംബമായിട്ടുള്ള നിന്റെ ബന്ധം, ജീവനുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം, അത് തിരുത്താനുള്ള സമയമായി. ഞാൻ പറയുന്നത് ഒരു വിവാഹമോചനത്തെക്കുറിച്ചാ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു നരകത്തിൽ എന്റെ മോള് വെന്ത് കിടക്കുന്ന കണ്ടിട്ട് എന്റെ മോളിപ്പോഴും രാജകൊട്ടാരത്തിലാണെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കണോ? നിനക്ക് സുഖാണെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണോ? എന്നെ കൊണ്ടതിന് പറ്റില്ല. ഇനി ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. പിരിയാം. അച്ഛാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.